ഹലോ ഗൈസ്, ഞാൻ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇവിടെയുള്ള ഫുഡും കൾച്ചറും ട്രാവൽ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പേഴ്സണൽ വ്ളോഗ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഒരു താല്പര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. എല്ലാ മാസവും ഒരു 20-ാം തീയതിക്ക് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റൊക്കെ ഒന്ന് ലിമിറ്റഡ്. പിന്നെ അതുമാത്രമല്ല, ഈ ആഴ്ച പുറത്തു പോകാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഒരു പേഴ്സണൽ വ്ളോഗിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പോയാലോ? ഒരു സാറ്റർഡേ ഈവനിങ് മുതൽ സൺഡേ ഈവനിങ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രം റൂം ക്ലീൻ ചെയ്യുന്നത്, പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്, രാവിലെ കഴിഞ്ഞിട്ടുള്ള ചായ കുടി, കുറച്ച് റീഡിങ്, കുറച്ച് വർക്കൗട്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഈ ബെഡും ഈ ടേബിളും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചു വരാം. സോ ലെറ്റ്സ് ഗോ. ഇവിടെ ഉള്ളതിൽ കുറേ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. കുറേ വായിക്കാത്ത ബുക്കുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇതൊക്കെ ഓരോ വ്ളോഗ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എഴുതുന്ന ഇൻട്രൊഡക്ഷന് വേണ്ടി എഴുതുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പഴയ അപ്പോൾ ടേബിൾ ഏകദേശം ക്ലീനായി. മുമ്പത്തേക്കാൾ എത്രയോ ഭേദം. അപ്പോൾ ടേബിൾ ക്ലീനായി. അടുത്തത് ഈ തുണികൾ, ഇതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം. അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും കുറേ കാലത്തിന് ശേഷം എൻ്റെ റൂം ഒന്ന് ക്ലീനായി. ഈ വ്ളോഗ് ചെയ്തില്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എൻ്റെ റൂം ക്ലീൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ പേഴ്സണൽ വ്ളോഗ് ചെയ്യുന്നത് സെൽഫ് ഡെവലപ്മെൻറ്റ് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ആപ്പിളും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്ത് പോയിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് തിരിച്ചു വരാം. നാളത്തെ പ്ലാൻ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഞാൻ മലേഷ്യയിൽ വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അന്ന് കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ 2-3 പേര് ഒരുമിച്ചായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രാൻസ്ഫർ, ഹെൽത്ത് ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം മാറിപ്പോയി. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ്. സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എന്നൊരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ബോറടിച്ചിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് തോന്നുന്നത്. അങ്ങനെ ബോറടിച്ചിരുന്നപ്പോഴായിരുന്നു വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത്.
ഇതിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നൊന്നുമല്ല പറഞ്ഞു വന്നത്, പറഞ്ഞപ്പോൾ ചുമ്മാ എന്ന് പറഞ്ഞുള്ളൂ. നമ്മൾ നേരെ പുറത്തു പോയിട്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് അഥവാ നാസി ഗോരിങ് അയാം കഴിക്കുന്നു. അപ്പോൾ പോയാലോ? ഡ്രസ്സ് മാറിയിട്ടു. വാച്ച്. അപ്പോൾ പോയാലോ? സമയം 11:30. ആ കട ഏകദേശം 12:30 വരെയൊക്കെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് പോണത്. അയ്യോ, ചാവി അത് വെച്ച് കൂട്ടില്ല. പോയി നോക്കാം എന്തായാലും. ഇവിടെ ഈ ലൈറ്റ് ഇട്ട് കാണുന്നതാണ് ഇവിടെയുള്ള എക്സിമ എന്ന് പറഞ്ഞൊരു തൊമ്യാം ഷോപ്പ്. രാത്രി 12-1 മണി വരെയൊക്കെ ഇവിടെ കടയുണ്ട്. അപ്പം ഞാനിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ബീഫ് വെച്ച് ഡിഷ് ഡാഗിങ് പക്കാപ്പാവ് എന്ന് പറയും. അത് ഒരു ബീഫ് വരട്ടിയിട്ട് ഈ കുരുമുളക് ഇട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള സാധനമാണ്. സംഭവം വന്നിട്ട് കാണിച്ചത് ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവർ സ്ട്രോ ഇട്ട് തന്നിരിക്കുന്ന ലൈം ജ്യൂസൊന്നും അല്ല, ഒരു ജ്യൂസും അല്ല, വെറും പച്ചവെള്ളം. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പരിപാടി കഴിഞ്ഞു. സമയം ഏകദേശം 12:30. അവിടെയൊക്കെ ഫുൾ എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോണ വഴി.